ഒരു മനുഷ്യനെ ഇങ്ങനെ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യലാണ് ശരിക്കും ആ മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന പിന്നെ വാല്യൂ. അതാണ് ഒരാളെ വാല്യൂ ചെയ്യലാണ് അത്. ആർട്ട് ഓഫ് ലവിങ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയം, പ്രാധാന്യം, പ്രയോറിറ്റി, അതാണ് ആർട്ട് ഓഫ് ലവിങ്. ഇത്രയാണ് എനിക്ക് തുടക്കത്തിൽ പറയാൻ തോന്നുന്നത്. ഇൻഷാ അല്ലാ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള സമയം നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കാം. താങ്ക് യു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ജസാക്കല്ലാ. എന്തായാലും വളരെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ലൊരു സ്നേഹത്തെക്കുറിച്ച്, ആർട്ട് ഓഫ് ലവിങ്, അതിനെക്കുറിച്ചുള്ള നല്ലൊരു ടോക്കായിരുന്നു. എന്തായാലും ചോദ്യങ്ങളുള്ളവർ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഹാൻഡ് റേസ് ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റ് വിൻഡോയിൽ ക്വസ്റ്റ്യൻ എന്നോ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്താൽ യു ക്യാൻ ടോക്ക്, അൺമ്യൂട്ട് ചെയ്ത് ടോക്ക് ചെയ്യുന്ന മാതിരി ചെയ്യാം നമുക്ക്. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? യു ക്യാൻ എയ്തർ റേസ് ഹാൻഡ് അല്ലെങ്കിൽ ചാറ്റ് വിൻഡോയിൽ ക്വസ്റ്റ്യൻ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. അപ്പം നമ്മൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ യു ക്യാൻ ടൈപ്പ് ദ ക്വസ്റ്റ്യൻ ഓൾസോ. പറയാൻ മൈക്കിൽ സംസാരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം. വലൈക്കും അസ്സലാം. ഒമർ ബിലാൽ. ഒമർ ബിലാലിന് ക്വസ്റ്റ്യൻ ഉണ്ടോ? '96 ഇത് നമ്മുടെ കൂട്ടായ്മ സ്ഥാപിക്കും? 98 അത് ഒരു ഇൻഫോർമൽ ഗാദറിംഗ് ആയിട്ട് ഈദ്, ഇഫ്താർ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഒന്നിക്കും. പിന്നെ 2005 പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി വളരെയധികം വലിയൊരു ആഫ്റ്റർ അബൌട്ട് 2008 ശേഷം എക്സ്പാൻഡഡ് റിയലി ബിഗ്. ഇപ്പം നൗ വി ഹാവ് ലോട്ട് ഓഫ് families in UK from our community. എത്ര മെമ്പേഴ്സ് ഉണ്ട്? Members well, we don't, I mean, in our WhatsApp group we have about 600 people. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി നോക്കുമ്പോൾ ഒരു 500 ഫാമിലി ഉണ്ടാവണം. പിന്നെ നമുക്കിപ്പോൾ ഗ്രൂപ്പുകളായിട്ട് തന്നെ പല ഏരിയയിലും നമ്മൾ ഓരോ അസോസിയേഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൂട്ടൺ മലയാളി മുസ്ലിം അസോസിയേഷൻ, ഈസ്റ്റ് മിഡ്ലാൻഡ്സ്, പിന്നെ പ്രൊഫഷണൽസ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഒക്കെ നടത്താൻ പ്രൊഫഷണൽസ് ഗ്രൂപ്പ് ഉണ്ട്. ദെൻ വി ഹാവ് KMCC ഹിയർ, പൊളിറ്റിക്കൽ. അതുപോലെ തന്നെ റിലീജിയസ് ബേസിൽ വി ഹാവ് അൽ ഹിസാൻ, സമസ്ത, ഇസ്ലാഹി സെന്റർ, സ്ട്രൈവ് UK. ഇങ്ങനെ കുറെ നമ്മുടെ വിത്തിൻ അവർ കമ്മ്യൂണിറ്റി ദർ ആർ അബൌട്ട് 9 different groups. So we all gather together most of the time. KMCCയുടെ ചില ആക്ടിവിറ്റീസ് ഞാൻ കണ്ടിരുന്നു. അതെ. Okay, I think we have something. Lulutha is saying something. Assalamu alaikum. What do you do if someone is hurting you continuously? Forgiving, but still the same hurting continues. We are all human beings. If hurt, that affects days of mental happiness. അതാണ് നമ്മുടെ ലുലുത്ത ലീഡ്സിലുള്ള ലുലുത്താന്റെ ക്വസ്റ്റ്യൻ ആണത്. ഒന്നുകൂടെ വായിക്കോ ചോദ്യം, ഞാൻ അതിനകത്ത് സ്റ്റക്ക് ആയി പോയി കേട്ടില്ല. What do you do if someone is hurting you continuously, constantly? Forgiving, but still the same hurting continues. We are all human beings. If hurt, that affects days of mental happiness. So mental happiness affect ചെയ്യുന്ന രീതിയിലുള്ള വേദനിപ്പിക്കൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം എന്താണ് ഒരു പോംവഴി എന്നുള്ള ആ ഒരു ഇതാണ്. ചില ആളുകള് ഇങ്ങനെ വേദനിപ്പിക്കുന്നതിനെ വല്ലാതെ ഇഷ്ടപ്പെടും. നമ്മളിങ്ങനെ വേദനിപ്പിക്കുക, വാക്കുകൊണ്ട് ഒക്കെ നോവിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എമ്പത്തറ്റിക് ആയിട്ടൊരു മനുഷ്യനെ കാണാൻ കഴിയാന്ന്. ചില ആളുകൾക്ക് അതിനാണ് സാധിക്കാതെ വരുന്നത്. നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രവർത്തനം നമ്മൾക്ക് ഭയങ്കര രസമായിരിക്കും. പക്ഷെ നമ്മൾ അത് ആസ്വദിക്കുമ്പോഴും അതേ കാര്യം വേറെ ഒരാളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ അതൊരു സാഡിസമാണ്. ഇപ്പൊ ഞാൻ വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ ഞാനുമായി റിലേറ്റഡ് ആയി ഏതെങ്കിലും ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നതാണ് അതെങ്കിൽ
അത് എന്നെ എത്രയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിലും അത് ആത്യന്തികമായി മനുഷ്യവിരുദ്ധാണ്. നമ്മുടെ എമ്പത്തറ്റിക് ആയിട്ടൊരു മനുഷ്യനെ കാണാൻ കഴിയാതെ ആകുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ചില ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ചില പ്രതികരണങ്ങൾ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് മക്കളില്ലാത്തൊരു ഒരാളെ കണ്ടാൽ, ഒരു ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, അവരെ കണ്ടാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തിനെ കുറിച്ചായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. പൊതുവെ നമ്മുടെ സമൂഹത്തില് ആദ്യം അവരെ കണ്ടാൽ ചോദിക്കുന്ന ചോദ്യം അവരെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. അപ്പൊ തടി നല്ല ഉള്ള ഒരാളെ കണ്ടാൽ പൊതുവെ ആദ്യം ഉയരുന്ന ചോദ്യം അയാൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത അയാളുടെ തടിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരിക്കും. കുറെ കാലത്തിന് ശേഷം നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, എന്തേ കുറെ കാലമായാലും വന്നിട്ട്, എന്തേ ഇന്ന് വഴി തെറ്റിയോ ഇങ്ങോട്ട് എന്നാണ് ചോദിക്കുന്നത്. സത്യത്തില് ഒരു കുറെ കാലത്തിന് ശേഷമാണെങ്കിൽ ഇയാൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. എത്ര ആസ്വദിക്കേണ്ട ഒരു നിമിഷമാണ്. പക്ഷെ ഒറ്റ ചോദ്യം കൊണ്ട് ആ രസം മുഴുവനും കളയും ചില ആളുകൾ. ഇതൊക്കെ ശരിക്കും എന്താണെന്നറിയോ? എമ്പതി ഇല്ലാതെ ഒരാള് പെരുമാറുന്നതിന്റെയും സംസാരിക്കുന്നതിന്റെയും ഒക്കെ ഒരു ഉദാഹരണമാണ്. അപ്പൊ ഈ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പിന്നെയും പിന്നെയും മാപ്പ് കൊടുക്കുന്നു, എന്നിട്ടും നമ്മളെ പിന്നെയും പിന്നെയും വേദനിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഒരേ ആളോട് തന്നെ പിന്നെയും 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 നമ്മൾ പൊറുക്കുകയാണ്. ചിലപ്പോൾ ഒരേ കാര്യം തന്നെ ആയിരിക്കും, പിന്നെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് അതങ്ങനെ ആവർത്തിക്കുകയും ചെയ്യും. നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നത് നടക്കാതാകുമ്പോൾ പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. കാരണം നമുക്ക് തന്നെ ഒരു ബേർഡൻ ആയിത്തീരുകയാണ് അത്. നമ്മുടെ ചിന്തയിൽ കയറിക്കൂടാണ്. നമ്മുടെ ചിന്തകളെ മുഴുവനും ഭരിക്കുന്ന ഒരു കാര്യമായിട്ട് അതങ്ങനെ മാറും. നമ്മള് ഒരാളെ വെറുക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് അയാളെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വെറുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ആകെ ചെയ്യാനുള്ളൊരു കാര്യം. അല്ലാതെ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക? മാപ്പ് കൊടുക്കല്ലാതെ. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നടക്കുന്നില്ലെങ്കിൽ പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് ആ മനുഷ്യനെ അങ്ങനെയായിട്ട് അക്സെപ്റ്റ് ചെയ്യലാണ്. അയാൾക്ക് അങ്ങനെ ആകാൻ പറ്റുള്ളൂ. മൂസാ നബി പടച്ചവനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രാർത്ഥനയാണത്. മൂസാ നബി ഈ പ്രാർത്ഥന നടത്തുന്നത് എപ്പോഴാണെന്നറിയോ? മൂസാ നബിയെ ഫറോവയുടെ അടുത്തേക്ക് പടച്ചവൻ പറഞ്ഞയക്കുമ്പോഴാണ്. ഫറോവയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ മൂസാ നബി പടച്ചവനോട് നടത്തുന്ന പ്രാർത്ഥന എന്താണെന്നറിയോ? പടച്ചവനെ എന്റെ മനസ്സ് വലുതാക്കി തരണേന്നാണ്. റബ്ബിശ്റഹ്ലി സുദ്രി എന്നാണ്. പടച്ചവനെ എന്റെ മനസ്സ് വലുതാക്കി തരണേ. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശരിക്കും മൂസാ നബി പ്രാർത്ഥിക്കേണ്ടത് എന്തായിരുന്നു? പടച്ചവനെ ഞാൻ പറയുന്നത് സ്വീകരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ ഫിറൗന്റെ മനസ്സൊന്ന് വലുതാക്കി കൊടുക്കണേ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്? അങ്ങനെയല്ലേ ശരിക്കും പ്രാർത്ഥിക്കേണ്ടിയിരുന്നു. പക്ഷേ മൂസാ നബി പ്രാർത്ഥിച്ച നേരെ തിരിച്ചാണ്. ഫിറൗൻ എങ്ങനെയാണോ അങ്ങനെ സ്വീകരിക്കാൻ എന്റെ മനസ്സ് വലുതാക്കി തരണേന്ന്. അയാൾ ശരിയാവില്ല, അയാൾ അങ്ങനെ തന്നെയാണ്, എന്നെ ദേഷ്യം പിടിപ്പിക്കും, അയാൾ ധിക്കാരിയാണ്, അയാൾ ദൈവമാണെന്ന് പറയുന്ന ആളാണ്. പഠിച്ചോനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ അയാൾ പ്രകോപിപ്പിക്കും. എന്റെ മനസ്സ് വലുതാക്കി തരണേ. അയാളെ സ്വീകരിക്കാൻ, അയാളെ മനസ്സിലാക്കാൻ എന്റെ മനസ്സ് വലുതാക്കി തരണേ. നല്ല പ്രാർത്ഥനയല്ലേ അത്? ഗംഭീര പ്രാർത്ഥനയാണത്. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട പ്രാർത്ഥനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല വൈബിലുള്ള മനുഷ്യരെയാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുമുട്ടേണ്ടി വരുന്നത്. നമ്മുടെ ഓഫീസിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും എല്ലായിടത്തും അല്ലേ, എന്തെല്ലാം വൈബിലുള്ള മനുഷ്യരാ. നമ്മുടെ അതേ വൈബിലുള്ള വളരെ റെയറായ മനുഷ്യരെ നമുക്ക് കിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടേതല്ലാത്ത വൈബിലുള്ള മനുഷ്യരാണ്. പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? റബ്ബിശ്റഹ്ലി സുദ്രി. പഠിച്ചവനെ നാട്ടുകാരുടെ മൊത്തം മനസ്സ് വലുതാക്കി കൊടുക്കണേ എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാ ടൈപ്പ് നാട്ടുകാരെയും ഉൾക്കൊള്ളാൻ എന്റെ മനസ്സ് വലുതാക്കണേ. നമ്മൾ നടക്കുന്ന എല്ലാ സ്ഥലത്തുള്ള മുള്ളും കച്ചറയും ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ കാലില്
ഒരു ചെരുപ്പിടുക എന്നത് മാത്രമാണ്. അതാണ് റബ്ബിഷ് റഹ്ലി സദ്രി. അടുത്ത നൗഷാദ് സാഹിബ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നുള്ള കൈ റേസ് ചെയ്തിട്ടുണ്ട്. സോ നൗഷാദ് ഭായ്, യു ക്യാൻ അൺമ്യൂട്ട്. അസ്സലാമു അലൈക്കും. ഗഫൂർ ഭായ്, ഇതിന്റെ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആണ് എനിക്കുള്ളത്. നൗഷാദ് ഭായ്, ഇഫ് യു വാണ്ട് ടു സ്വിച്ച് ഓൺ യുവർ വീഡിയോ യു ക്യാൻ ഡു ദാറ്റ്. ഇറ്റ്സ് ഓക്കെ. കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാല്, എന്തുകൊണ്ടാണ് ഈ മനുഷ്യർക്ക് ഈ എംപതി അല്ലെങ്കിൽ സിമ്പതി ഇല്ലാതാവുന്നത്? അതെവിടെയാണ് അതിന്റെ പ്രശ്നം എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാല് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മള് മനുഷ്യരോട് മാത്രമല്ല, പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സംസാരിക്കാൻ പറ്റാത്ത നമ്മളെ മൃഗങ്ങളോട് പോലും പലരും, ഈവൻ ചെറിയ കുട്ടികൾ പോലും വളരെ ക്രൂരത ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്തുകൊണ്ട് അവർക്കത് ചെയ്യാൻ തോന്നുന്നു? കാരണം അത് ഉപദ്രവിക്കാത്ത ഒരു ജീവിയെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോയി ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന്. അത് നമ്മൾ മനുഷ്യർ ചെയ്യുന്നത്, അവർ ചിലപ്പം എന്താ പറയാ, എന്തെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കിട്ടുമോ, ഒന്നുകിൽ പൈസയുടെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമ്മളെ നാട്ടില് ഈ വെൻ ഇറ്റ് കംസ് ടു എംപതി, അത് എന്താ പറയാ, അവരുടെ ഒരു സംസാരിക്കുമ്പോൾ തീരെ സെൻസിറ്റിവിറ്റി ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. ഇപ്പം ഗഫൂർ മാഷ് പറഞ്ഞല്ലോ, ഒരാളിപ്പോ ഒരു തടിയുള്ള ഒരാളാണെങ്കിൽ ആദ്യം തന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാല് തടി വീണ്ടും കൂടിയല്ലോ എന്നായിരിക്കും അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അതേപോലുള്ള മറ്റു പല കാര്യങ്ങൾ. അതേസമയത്ത് നമ്മളൊരു വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇംഗ്ലണ്ടിലാണെങ്കിലും മറ്റു സ്ഥലത്താണെങ്കിലും, അവർ കുറച്ചുകൂടി സെൻസിറ്റീവ് ആണ്. അവർ ആര് ചോദിക്കില്ല. അതേസമയം നാട്ടിൽ അതല്ല. ഇതെല്ലാം ഒരു ഡീസെൻസിറ്റൈസ് ആയി പോയിട്ടുണ്ട് നാട്ടില്. അതെന്തുകൊണ്ടാണ്? എവിടെയാണ് ആ പ്രശ്നം വരുന്നത്? അത് സ്കൂളിലാണോ അല്ലെ വീട്ടിലാണോ? എവിടെയാണ് ആ പ്രശ്നം വരുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഇത് നമ്മുടെ നാട്ടിലാണ്. ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് ആ മനുഷ്യനെന്ന ആ സിമ്പതി എന്നുള്ള ആ ഫാക്കൽറ്റി അത് നഷ്ടപ്പെടുന്നത് എവിടെയാണ്? രണ്ടാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ച പോലെ, നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇത് കൂടുതൽ കാണും? ഇപ്പൊ നമ്മള് ഈ ചോദ്യം ഭയങ്കര രസമുള്ള ഒരു ചോദ്യം. നമ്മളിപ്പോ ഒരാളെ കാണുമ്പോ പറയാണ്, എന്ത് ക്ഷീണിച്ചു പോയി എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ചോദിക്കും, ക്ഷീണിച്ചോ? കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിലേറെ ക്ഷീണിച്ചല്ലോ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ ഉഷാറായിട്ടുണ്ട് എന്ന് ഇയാൾ പറഞ്ഞിട്ടില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഈ പ്രാവശ്യം കണ്ടപ്പോ ക്ഷീണിച്ചിട്ടുണ്ട് എന്നേ പറഞ്ഞുള്ളൂ. പോസിറ്റീവ് പറയില്ല. ഈ ചോദ്യത്തിൽ പറഞ്ഞ പോലെ പോസിറ്റീവ് അല്ല കാണുന്നത്. അപ്പോ എങ്ങനെ മനുഷ്യരിങ്ങനെ ക്രൂരമായി പെരുമാറുന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത് ഹിറ്റ്ലറിന്റെ ജീവിത. അദ്ദേഹം ശരിക്കും അത്ര ക്രൂരനായൊരു മനുഷ്യനൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ അച്ഛനിൽ നിന്നുണ്ടായ ക്രൂരമായ പെരുമാറ്റങ്ങള് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ അമ്മായി, അദ്ദേഹത്തിന്റെ ഒരു ആന്റി ഉണ്ടായിരുന്നു, കുറച്ചൊരു ബുദ്ധിക്ക് ഭ്രമം പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു, മെന്റലി കുറച്ച് പ്രശ്നമുള്ള ആളായിരുന്നു. ഒരു ദിവസം വായിച്ചുകൊണ്ടിരുന്ന ഈ കുട്ടിയുടെ മുകളിലേക്ക് ഇവര് മണ്ണെണ്ണ വിളക്ക് തട്ടിത്തെറിപ്പിച്ച് ആ കുട്ടിയുടെ മുടി മുഴുവനും കത്തിപ്പോകുന്നുണ്ട്. അച്ഛൻ അതിലേറെ ക്രൂരമായിട്ട് ഈ കുട്ടിയോട് പെരുമാറുന്നുണ്ട്. അങ്ങനെ ഭരണം കിട്ടിയിട്ട് ആദ്യം ചെയ്തത് ബുൾഡോസർ ഉപയോഗിച്ചിട്ട് അച്ഛന്റെ കുഴിമാടം അയാൾ എടുത്തൊഴിവാക്കിയാണ്. രണ്ടാമത് പറഞ്ഞത് വൈകല്യങ്ങളുള്ള മുഴുവൻ മനുഷ്യരെയും അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് നാട് കടത്തുകയും ചെയ്തു എന്നാണ്. അമ്മായിയോടും അച്ഛനോടുമുള്ള അയാളുടെ പകയാണ്. അപ്പൊ നമുക്ക് ആകെ ചെയ്യാനുള്ളത്, ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ മനസ്സില്, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു കുട്ടിയുടെ കഥ പറഞ്ഞില്ലേ, ഫ്രീസറിനകത്ത് കുടുങ്ങിപ്പോയ ഒരു കുട്ടിയുടെ കഥ. അത് ഹെലൻ എന്ന് പറഞ്ഞ പേരിൽ മലയാളത്തിൽ സിനിമയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കാറിന് വഴിയൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിന്നാലെ ഇങ്ങനെ വരുന്നൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ സാധാരണ നമുക്കൊരു താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ ഒന്ന് നമ്മുടെ ഗ്ലാസ് ഇങ്ങനെ താഴ്ത്തിയിട്ട് അയാളോടൊരു ഹലോ പറയുമ്പോൾ, താങ്ക് യു എന്ന് പറയുമ്പോൾ, നാട്ടിലാണെങ്കിൽ ഏട്ടാ നിങ്ങളെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ അയാൾ അനുഭവിക്കുന്നൊരു
എത്ര പൊരി വെയിലത്തും അയാൾക്ക് കിട്ടുന്ന ഒരു തണുപ്പുണ്ട്. അതിലേറെ വലുതാണ് നമ്മുടെ കാറിന്റെ പിറകിലെ സീറ്റിലിരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സമാധാനം, ഒരു സന്ദേശം. മനുഷ്യപ്പറ്റിന്റെ അല്ലെങ്കിൽ മനുഷ്യനോടുള്ള ഒരു കരുണയുടെ, മനുഷ്യനോട് മാത്രമല്ല സകല ജീവജാലങ്ങളോടും ഒരാളിങ്ങനെ പുലർത്തേണ്ട ഒരു എമ്പതി എന്താണ്? നമുക്ക് ആകെ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികള് ഈ ലോകത്തോട് സ്നേഹമുള്ളവരാക്കി മാറ്റാനല്ലേ നമുക്ക് കഴിയുള്ളൂ. മനുഷ്യന്റെ ഒരു വാല്യൂ എന്താണെന്ന് തിരിച്ചറിയുന്ന ആൾക്കാരാക്കി മാറ്റാൻ അതല്ലേ നമുക്ക് പറ്റും.